നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. മറ്റത്തൂർ പഞ്ചായത്തിൽ അട്ടിമറി. മറ്റത്തൂരിൽ 8 കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച് BJPയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കി. സ്വതന്ത്രയായി ജയിച്ച ടെസ്സി ജോസിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. മറ്റത്തൂരിൽ പാർട്ടി തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച കോൺഗ്രസ് നേതാക്കളെ KPCC പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തു. ചേലക്കരയിലും അവണിശ്ശേരിയിലും വേലൂരിലും ഭരണം പിടിച്ച UDF. ചേലക്കരയിൽ LDF അംഗം UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. പാറളത്തും തിരുവില്ലാമലയിലും ഭരണം BJPക്ക്. SDPI പിന്തുണയിൽ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ UDF അധികാരത്തിൽ. BJP അംഗം തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. SDPI സഖ്യത്തെ സംബന്ധിച്ച് കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്ന് CPM. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്വിസ്റ്റ്. UDF ലീഗ് സ്വതന്ത്രൻ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. LDFിലെ KV നബീസയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. പാലിയക്കര ടോൾ പ്ലാസയിൽ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്ക്. പ്രതിഷേധിച്ച LDF പ്രവർത്തകർ ടോൾ ബൂത്തുകളിൽ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു. എരുമപ്പെട്ടിയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. 750-ലധികം ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴ തൈകൾ നശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മറ്റത്തൂരിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നാടകീയത. ആർക്കും ഭൂരിപക്ഷമില്ലാതിരുന്ന പഞ്ചായത്തിൽ സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ച ടെസ്സി ജോസ് കല്ലറയ്ക്കൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് കോൺഗ്രസിൽ നിന്ന് 8 അംഗങ്ങൾ രാജിവെച്ചിരുന്നു. ഈ 8 പേരുടെയും BJPയിലെ 3 അംഗങ്ങളുടെയും പിന്തുണയോടെയാണ് ടെസ്സി ജോസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. BJP പക്ഷത്തെ 1 വോട്ട് അസാധുവായി. 24 അംഗങ്ങളുള്ള മറ്റത്തൂർ പഞ്ചായത്തിൽ LDF 10, UDF 8, BJP 4, സ്വതന്ത്രർ 2 എന്നിങ്ങനെയാണ് കക്ഷിനില. സ്വതന്ത്രനായ KR ഔസേഫിനെയാണ് LDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിർത്തിയത്. വോട്ടെടുപ്പിൽ KR ഔസേഫിന് 11 വോട്ടുകളും ടെസ്സി ജോസിന് 12 വോട്ടുകളും ലഭിച്ചു. ബാലറ്റ് പേപ്പറിൽ പേരെഴുതാതിരുന്നതിനെ തുടർന്ന് 1 വോട്ട് അസാധുവായി. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ടെസ്സി ജോസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. റിട്ടേണിംഗ് ഓഫീസർ S. സുധ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. TCV ന്യൂസ്, കൊടകര. മറ്റത്തൂരിൽ പാർട്ടി തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച നേതാക്കൾക്കെതിരെ പാർട്ടി നടപടി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ എന്നിവരെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. BJPയും SDPIയും കോൺഗ്രസിന്റെ സഖ്യകക്ഷിയാകുന്നതിന്റെ തെളിവാണ് വിവിധ പഞ്ചായത്തുകളിലേക്കുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ജില്ലയിലെ മറ്റത്തൂരും പാറളവും ചൊവ്വന്നൂരും ഇതിന് അടിവരയിടുന്നു. അധികാരം കൊതിമൂത്ത കോൺഗ്രസിന് BJPയുടെ ഭൂരിപക്ഷ വർഗീയതയോ SDPയുടെ മുസ്ലിം തീവ്രവാദ രാഷ്ട്രീയമോ ബാധകമല്ലെന്നും KV അബ്ദുൽ ഖാദർ പ്രസ്താവനയിൽ പറഞ്ഞു. മറ്റത്തൂരിൽ കോൺഗ്രസ് BJPയുമായി യാതൊരു കൂട്ടുകെട്ടുമുണ്ടാക്കിയിട്ടില്ലെന്ന് DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ പറഞ്ഞു. സ്വതന്ത്രനായി വിജയിച്ച KR ഔസേപ്പിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കുകയും പഞ്ചായത്തിലെ പാർലമെന്ററി പാർട്ടി നേതാവായി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. UDFനൊപ്പം നിന്ന ഔസേപ്പിനെ LDF വില കൊടുത്തുവെന്നും TM ചന്ദ്രൻ ആരോപിച്ചു. രാഷ്ട്രീയ മര്യാദയും പ്രഖ്യാപിത നയങ്ങളും മറന്ന് BJPയും കോൺഗ്രസും മറ്റത്തൂരിൽ ഒത്തുകളിച്ച് അട്ടിമറി നടത്തിയെന്നാരോപിച്ച് CPM പ്രവർത്തകർ 3 മുറിയിൽ പ്രകടനം നടത്തി. MR രഞ്ജിത്ത്, PK കൃഷ്ണൻകുട്ടി, PS പ്രശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. BJPയുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി മറ്റത്തൂരിൽ ഏതാനും നേതാക്കൾ കോൺഗ്രസിനെ നശിപ്പിച്ചുവെന്നാരോപിച്ച് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ 3 മുറിയിലെ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. സജീർ ബാബു, നൌഷാദ് കല്ലുംപുറം, ശാലിനി ജോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേലക്കര പഞ്ചായത്തിലെ UDFന് അട്ടിമറി വിജയം. CPM അംഗം UDFന് വോട്ട് ചെയ്തതോടെ കോൺഗ്രസിലെ T. ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 24 വാർഡുകളുള്ള പഞ്ചായത്തിൽ UDFനും LDFനും 12 വീതം അംഗങ്ങളാണുള്ളത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ CPM അംഗമായ രാമചന്ദ്രന്റെ വോട്ട് UDFന് ലഭിച്ചു. ഇതോടെ 13 വോട്ട് നേടിയ T. ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായി. LDFിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി K. നന്ദകുമാറിന് 11 വോട്ടുകൾ ലഭിച്ചു. അറിയാതെ വോട്ട് മാറിപ്പോയെന്നാണ് CPM അംഗത്തിന്റെ വിശദീകരണം.
രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന് എല്ലാവരെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ടു പോകുമെന്ന് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ടി ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു. അവണിശ്ശേരി പഞ്ചായത്ത് ഭരണം നറുക്കെടുപ്പിലൂടെ യുഡിഎഫിന് ലഭിച്ചു. കോൺഗ്രസിലെ റോസ്ലി ജോയിയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായി ഭാഗ്യം തുണച്ചു. വേലൂർ പഞ്ചായത്ത് ഭരണം നറുക്കെടുപ്പിലൂടെ യുഡിഎഫിന് ലഭിച്ചു. എൽഡിഎഫിനും യുഡിഎഫിനും തുല്യ അംഗങ്ങളുള്ള വേലൂർ പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ യുഡിഎഫിന് ലഭിച്ചു. പ്രസിഡന്റായി സ്വപ്ന രാമചന്ദ്രനും വൈസ് പ്രസിഡന്റായി നിധീഷ് ചന്ദ്രൻ വട്ടംപറമ്പിലും തെരഞ്ഞെടുക്കപ്പെട്ടു. 19 വാർഡുകളിൽ എൽഡിഎഫിനും യുഡിഎഫിനും 9, ബിജെപിക്ക് 1 എന്നിങ്ങനെയാണ് കക്ഷിനില. ബിജെപി അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെ എൽഡിഎഫും യുഡിഎഫും തുല്യ വോട്ടുകൾ നേടി. തുടർന്നാണ് നറുക്കെടുപ്പ് നടത്തിയത്. എൽഡിഎഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ശുഭ അനിൽകുമാറും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി AS ചന്ദ്രനുമാണ് മത്സരിച്ചത്. 2015-ലും 2020-ലും എൽഡിഎഫാണ് പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. സ്വപ്ന രാമചന്ദ്രന്റെയും നിതീഷ് ചന്ദ്രന്റെയും വിജയത്തോടെ ഭരണം പൂർണ്ണമായും യുഡിഎഫിന് ലഭിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായ സ്വപ്ന രാമചന്ദ്രൻ ഇത് 4ാം തവണയാണ് പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. കഴിഞ്ഞ ഭരണസമിതിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു നിതീഷ് ചന്ദ്രൻ. ഭരണം ലഭിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ വേലൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. അവണിശ്ശേരി പഞ്ചായത്തിൽ യുഡിഎഫിന് അട്ടിമറി വിജയം. കഴിഞ്ഞ 10 വർഷമായി ബിജെപി കുത്തുകൈയാക്കി വെച്ചിരുന്ന പഞ്ചായത്ത് ഭരണം നറുക്കെടുപ്പിലൂടെയാണ് കോൺഗ്രസ് തിരിച്ചുപിടിച്ചത്. കോൺഗ്രസിലെ റോസ്ലി ജോയ് പുതിയ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 16 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ ആവേശകരമായ പോരാട്ടത്തിനൊടുവിലാണ് നറുക്കെടുപ്പ് വേണ്ടിവന്നത്. തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിനും ബിജെപിക്കും 7 വോട്ടുകൾ വീതം ലഭിച്ചതോടെയാണ് വിജയിയെ തീരുമാനിക്കാൻ നറുക്കെടുപ്പ് നടത്തിയത്. 2 മെമ്പർമാരുള്ള എൽഡിഎഫ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. പാറളം പഞ്ചായത്തിൽ യുഡിഎഫിന്റെ 1 വോട്ട് അസാധുവായതോടെ എൻഡിഎയിലെ അനിത പ്രസന്നൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. യുഡിഎഫിനും എൻഡിഎയ്ക്കും 6 സീറ്റ് വീതമായിരുന്നു. എൽഡിഎഫിന് 5 സീറ്റുമാണ് ലഭിച്ചത്. പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ് ബിന്ദുവിന്റെ വോട്ട് അസാധുവാവുകയും പ്രസിഡന്റ് സ്ഥാനം എൻഡിഎയ്ക്ക് ലഭിക്കുകയും ചെയ്തത്. എൻഡിഎയിലെ മനോജ് അയ്യപ്പത്താണ് വൈസ് പ്രസിഡന്റ്. പാറളം പഞ്ചായത്ത് ഭരണം ബിജെപിക്ക്. കോൺഗ്രസ് അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെ ബിജെപിയിലെ അനിത പ്രസന്നൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. യുഡിഎഫ് 6, ബിജെപി 6, എൽഡിഎഫ് 5 എന്നിങ്ങനെയാണ് കക്ഷിനില. തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റായി ബിജെപിയിലെ പി കൃഷ്ണപ്രസാദ് ചുമതലയേറ്റു. 19 അംഗ ഭരണസമിതിയിൽ 10 വോട്ടുകളാണ് ബിജെപിക്ക് ലഭിച്ചത്. സിപിഎമ്മിന് 7 വോട്ട് ലഭിച്ചു. 2 സ്വതന്ത്രരുടെ വോട്ട് അസാധുവായി. SDPI പിന്തുണയിൽ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ യുഡിഎഫ് അധികാരത്തിൽ. യുഡിഎഫിന്റെ AM നിധീഷ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. യുഡിഎഫ് 5, എൽഡിഎഫ് 6, SDPI 2, ബിജെപി 1 എന്നിങ്ങനെയാണ് കക്ഷിനില. ബിജെപി അംഗം തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. 30 ദിവസം 0% പണിക്കൂലിയിൽ സ്വർണം വാങ്ങുവാനുള്ള സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് 1% നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുവാനുള്ള സൗകര്യം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തയിലേക്ക്.
കോൺഗ്രസ് നേതാവ് പുന്നൻ ഔഷാദിനെ കൊലപ്പെടുത്തിയ പാർട്ടിയുമായാണ് കോൺഗ്രസ് ചൊവ്വന്നൂരിൽ സഖ്യം ഉണ്ടാക്കിയതെന്ന് സിപിഎം. വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടേണ്ടി വന്നാൽ സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ചൊവ്വന്നൂരിൽ എന്ത് നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നത് എന്നറിയാൻ താൽപര്യമുണ്ടെന്ന് സിപിഎം ഏരിയ കമ്മിറ്റി അംഗം കെ സതീശൻ പറഞ്ഞു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി LDF-ലെ KV നഫീസയെ തെരഞ്ഞെടുത്തു. UDF 7, LDF 7 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. തളി ബ്ലോക്ക് ഡിവിഷനിലെ UDF ലീഗ് സ്വതന്ത്രൻ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതോടെയാണ് KV നഫീസയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്ത UDF സ്വതന്ത്ര അംഗം ജാഫറിനെതിരെ വ്യാപക പ്രതിഷേധം. UDF പ്രവർത്തകർ വരവൂരിൽ ജാഫറിന്റെ കോലം കത്തിക്കുകയും എരുമപ്പെട്ടിയിൽ ജാഫറിന്റെ ചിത്രത്തിൽ കരിയോയിൽ ഒഴിക്കുകയും ചെയ്തു. UDF അനുഭാവികളുടെ വോട്ട് വാങ്ങി ജയിച്ചതിനു ശേഷം വിശ്വാസവചന കാട്ടിയ ജാഫർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, NK കബീർ, അജു നെല്ലുവായ്, MC ഐജു, AU മനാഫ്, അമൃത ഷിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. പാലിയക്കര ടോൾ പ്ലാസയിൽ മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്കിൽ പ്രതിഷേധിച്ച് LDF പ്രവർത്തകർ ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു. ആംബുലൻസ് ഉൾപ്പെടെയുള്ള അവശ്യ സർവീസുകളും നൂറുകണക്കിന് വാഹനങ്ങളുമാണ് ടോൾ പ്ലാസയിൽ കുടുങ്ങിയത്. ടോൾ പ്ലാസയുടെ ഇരുവശങ്ങളിലും വാഹനനിര കിലോമീറ്റർ പിന്നിട്ടിട്ടും വാഹനങ്ങൾ കടത്തിവിടാൻ അധികൃതർ നടപടിയെടുക്കാതായതോടെയാണ് LDF പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. അരമണിക്കൂറിലേറെ വാഹനങ്ങൾ കടത്തിവിട്ട ശേഷമാണ് പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. CPM ഒല്ലൂർ ഏരിയ സെക്രട്ടറി NN ദിവാകരൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. തലോർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് AG ഷൈജു അധ്യക്ഷത വഹിച്ചു. CPM ഒല്ലൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KA സുരേഷ്, KM വാസുദേവൻ, നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് VT വിജയലക്ഷ്മി, DYFI ഒല്ലൂർ ബ്ലോക്ക് ട്രഷറർ TS വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴ കർഷകരെ ദുരിതത്തിലാക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി 750-ലധികം നേന്ത്രവാഴ തൈകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. സുരേഷ്, വിജയൻ, അബ്ദുൾ റഹ്മാൻ, നാരായണൻ നായർ, അശോകൻ, അനന്തൻ, വേലായുധൻ, ദിനേശ് എന്നിവരുടെ നേന്ത്രവാഴകളാണ് നശിപ്പിച്ചിട്ടുള്ളത്. 1 മാസം മുതൽ കുലയ്ക്കാറായ വാഴകൾ വരെ വിവിധ പ്രായത്തിലുള്ള വാഴത്തൈകളാണ് നശിപ്പിച്ചിട്ടുള്ളത്. തണ്ട് കുത്തിമറിച്ച് കിഴങ്ങിന്റെ ഭാഗത്തെ ദ്രാവകം കുടിക്കുന്നതാണ് കാട്ടുപന്നികളുടെ രീതി. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത്. ചെങ്ങാലിക്കോടൻ നേന്ത്രൻ കൂടാതെ സ്വർണ്ണമുഖി, കമ്പം തേനി നേന്ത്രൻ മറ്റു നാടൻ വാഴകളും നശിപ്പിച്ചതിൽ ഉൾപ്പെടുന്നു. കൃഷിഭവനിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് കൃഷിയിടത്തിനു ചുറ്റും കുപ്പികളിൽ വിവിധ ലായനികളിൽ കെട്ടിയിടുകയും വേലിക്കമ്പി 3 നിരയായി കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കാട്ടുപന്നികൾ ഇവയെല്ലാം മറികടക്കുകയാണ്. വെടിവെക്കാൻ ആളെത്തിയപ്പോൾ കാട്ടുപന്നികളെ കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല. 60 ഏക്കറോളം വരുന്ന നെൽകൃഷിയിലും കാട്ടുപന്നികളുടെ ശല്യമുണ്ട്. കാട്ടുപന്നികളിൽ നിന്നും കൃഷിയെ രക്ഷിക്കാൻ അടിയന്തര നടപടിയെടുത്തില്ലെങ്കിൽ കൃഷി അവസാനിപ്പിക്കുകയേ വഴിയുള്ളൂ എന്നാണ് കർഷകൻ പറയുന്നത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ച് കണ്ണൻ കളഭത്തിൽ ആറാടി. കളഭത്തിൽ ആറാടിയ കണ്ണനെ ഒരു നോക്ക് കാണാൻ ഭക്തസഹസ്രങ്ങളാണ് ഗുരുവായൂരിലെത്തിയത്. കീഴ്ശാന്തിമാർ പ്രത്യേകം തയ്യാറാക്കിയ കുംഭത്തിലാക്കിയ കളഭം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പൂജിച്ച് ചൈതന്യപൂരിതമാക്കി. പിന്നീട് ഉച്ചപൂജയ്ക്ക് മുമ്പ് ആദ്യം ഗുരുവായൂരപ്പന് നവകാഭിഷേകം നടത്തി. തുടർന്നായിരുന്നു കളഭാഭിഷേകം. പൂജിച്ച കളഭം തന്ത്രി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്തു. കോഴിക്കോട് സാമൂതിരിയുടെ വക വഴിപാടായാണ് കളഭാഭിഷേകം നടന്നത്. കളഭത്തിൽ ആറാടി നിൽക്കുന്ന ഗുരുവായൂരപ്പന് ഞായറാഴ്ച നിർമ്മാല്യം വരെ ഭക്തർക്ക് ദർശിക്കാനാകും. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ ക്ലമൻ ഫ്രാൻസിസിനെ തെരഞ്ഞെടുത്തു. ആകെയുള്ള 14 ഡിവിഷനിൽ 7 UDF-ഉം 6 LDF-ഉം 1 സ്വതന്ത്രനുമാണ് വിജയിച്ചത്. സ്വതന്ത്രൻ UDF-നൊപ്പം ചേർന്നതോടെയാണ് UDF-ന് ഭരണം ലഭിച്ചത്. വൈസ് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ AA ഫിജിനയെയും തെരഞ്ഞെടുത്തു. നെന്മണിക്കര പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPM-ഉം CPI-യും മത്സരിച്ചത് NDA കല്ലുകടിയായി. CPM-ലെ KA സുരേഷാണ് വൈസ് പ്രസിഡന്റായത്. ആകെ 16 സീറ്റുകളിൽ CPM-ന് 10-ഉം CPI-ക്ക് 3 സീറ്റുകളുമാണുള്ളത്. 3 സീറ്റിൽ കോൺഗ്രസാണ് വിജയിച്ചത്. പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം CPM-നാണ്.
വൈസ് പ്രസിഡന്റ് സ്ഥാനം CPI ആവശ്യപ്പെട്ടത് CPM നിരാകരിച്ചിരുന്നു. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് CPI മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇതോടെ CPM-ന് വേണ്ടി KA സുരേഷും CPI-ക്ക് വേണ്ടി VR സുരേഷും കോൺഗ്രസിനു വേണ്ടി ജോസ് ടി ലൂയിസും സ്ഥാനാർത്ഥികളായി. CPM വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ CPI സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും ബാലറ്റാക്കിയ ശേഷം പിൻവലിക്കാൻ അനുവദിക്കരുതെന്ന് കോൺഗ്രസ് അംഗം KS കൃഷ്ണൻകുട്ടി ആവശ്യപ്പെട്ടു. ഇതോടെ മത്സരം നടക്കുകയായിരുന്നു. CPM-ലെ KA സുരേഷിന് 12 വോട്ട് ലഭിച്ചു. 1 വോട്ട് അസാധുവായി. CPI സ്ഥാനാർത്ഥിയടക്കം CPM-ന് വോട്ട് ചെയ്തു. കോൺഗ്രസിലെ 3 വോട്ടുകളും ജോസ് ടി ലൂയിസിന് ലഭിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റായി UDF പിന്തുണയോടെ സ്വതന്ത്രൻ ജോയ് നെല്ലിശ്ശേരിയെ തിരഞ്ഞെടുക്കപ്പെട്ടു. LDF 7, UDF 7, BJP 5, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോയ് നെല്ലിശ്ശേരിക്ക് 8 വോട്ടുകൾ ലഭിച്ചു. LDF സ്ഥാനാർത്ഥി CM സബീഷിന് 7ഉം BJP സ്ഥാനാർത്ഥി TV പ്രജിത്തിന് 5 വോട്ടുകളും ലഭിച്ചു. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം കാട്ടകാമ്പാൽ പഞ്ചായത്ത് ഭരണം UDF പിടിച്ചെടുത്തു. കോൺഗ്രസിലെ K. ജയശങ്കർ പ്രസിഡന്റായി അധികാരമേറ്റു. കാട്ടകാമ്പാൽ 11-ാം വാർഡ് പഴഞ്ഞി ഈസ്റ്റിൽ നിന്നാണ് വിജയിച്ച് പ്രതിനിധിയായത്. BJP വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ആകെയുള്ള 18 വോട്ടിൽ പോൾ ചെയ്ത 17-ൽ 9 വോട്ട് ജയശങ്കറിനും 8 വോട്ട് സദാനന്ദൻ മാസ്റ്റർക്കും ലഭിച്ചു. 9 വോട്ട് ലഭിച്ച ജയശങ്കർ വിജയിച്ചതായി മുഖ്യവരണാധികാരിയായ റിയ ജോസഫ് പ്രഖ്യാപിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി LDF-ലെ അശ്വതി വിബിയെ തെരഞ്ഞെടുത്തു. 16 അംഗങ്ങളുള്ള ബ്ലോക്കിൽ അശ്വതി വിബിക്ക് 10 വോട്ടുകൾ ലഭിച്ചു. എതിർ സ്ഥാനാർത്ഥി UDF-ലെ റിജി ജോർജ് 6 വോട്ടുകളാണ് നേടിയത്. ഭരണാധികാരി ഡോക്ടർ C. സീമ സത്യവാചകം ചെയ്തു. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി UDF-ലെ സുഭാഷിണി രാജീവിനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. മാള പഞ്ചായത്തിൽ LDF-ലെ CPM പ്രതിനിധി PK രാധാകൃഷ്ണനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. കുഴൂർ പഞ്ചായത്തിൽ UDF-ലെ സിൽവി സേവ്യർ പ്രസിഡന്റായി. സിൽവി സേവ്യറിന് 11 വോട്ടും LDF-ലെ ഷിജി യാക്കോബിന് 2 വോട്ടും ലഭിച്ചു. 2 അംഗങ്ങളുള്ള NDA വിട്ടുനിന്നു. പൊയ്യ പഞ്ചായത്തിൽ UDF-ലെ ഔസേപ്പച്ചൻ ജോസ് പ്രസിഡന്റായി. അന്നമ്മനടയിൽ UDF-ലെ സുനിത സജീവൻ പ്രസിഡന്റായി. പുത്തൻചിറയിൽ LDF-ലെ CPM പ്രതിനിധി VN രാജേഷ് പ്രസിഡന്റായി. രാജേഷിന് 10ഉം UDF-ലെ MP സോണിക്ക് 5 വോട്ട് ലഭിച്ചു. BJP പ്രതിനിധി ആർക്കും വോട്ട് ചെയ്തില്ല. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി UDF-ലെ അഡ്വക്കേറ്റ് KK ഷിബുവിനെ തെരഞ്ഞെടുത്തു. 2 അംഗങ്ങളുള്ള LDF തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ല. ടൗൺ പ്ലാനർ ഡോക്ടർ പ്രദീപ് വരണാധികാരിയായിരുന്നു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ ജാൻസി പൌലോസ് തിരഞ്ഞെടുക്കപ്പെട്ടു. മേലൂർ ഡിവിഷനിൽ നിന്ന് വിജയിച്ച ജാൻസിക്ക് 10ഉം LDF-ലെ സൗമ്യ ഷിബുവിന് 4 വോട്ടുകൾ വീതം ലഭിച്ചു. വൈസ് പ്രസിഡന്റായി എലഞ്ഞിപ്ര ഡിവിഷനിലെ സുനിൽ K. മേനോൻ തെരഞ്ഞെടുക്കപ്പെട്ടു. LDF-ലെ ലിജോ ജോസ് ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. ഇടവേള. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റായി UDF-ലെ ഗ്രേസി ജേക്കബിനെ തെരഞ്ഞെടുത്തു. പഞ്ചായത്തിലെ 5-ാം വാർഡിൽ നിന്നാണ് ഗ്രേസി ജേക്കബ് മത്സരിച്ച് വിജയിച്ചത്. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഗ്രേസി ജേക്കബിന് 12 വോട്ടും LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശോഭന മുരളിക്ക് 6 വോട്ടുമാണ് ലഭിച്ചത്. വൈസ് പ്രസിഡന്റായി 2-ാം വാർഡ് മെമ്പർ MK ഹബീബിനെ തെരഞ്ഞെടുത്തു. ഇന്ത്യയുടെ പരമാധികാരവും
LDFന് തുടർഭരണം ലഭിച്ച എരുമപ്പെട്ടി പഞ്ചായത്തിൽ പ്രസിഡന്റായി CPMലെ ബിന്ദു ഗിരീഷിനെയും വൈസ് പ്രസിഡന്റായി CPMലെ കൊടുമ്പിൽ മുരളിയെയും തെരഞ്ഞെടുത്തു. 19 വാർഡുകളിൽ LDF 10, UDF 8, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. സ്വതന്ത്ര സ്ഥാനാർത്ഥി K. ഗോവിന്ദൻകുട്ടി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. LDFന് മൂന്നാം തുടർഭരണം ലഭിച്ച കടങ്ങോട് പഞ്ചായത്തിൽ അഡ്വക്കേറ്റ് KM നൌഷാദിനെ പ്രസിഡന്റായും അനില ജോസഫിനെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് UDFലെ PN വിഷയകുമാറും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആമിന സുലൈമാനുമായിരുന്നു എതിർ സ്ഥാനാർത്ഥികൾ. ആകെ 21 സീറ്റിൽ 11 LDFും 9 UDFും 1 BJP ഇങ്ങനെയാണ് കക്ഷിനില. BJP അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അഡ്വക്കേറ്റ് KM നൌഷാദിന് 11 വോട്ടും PN വിഷയകുമാറിന് 9 വോട്ടും ലഭിച്ചു. CPI വാർഡ് മെമ്പറായ അനില ജോസഫിന് 3 വർഷത്തേക്കാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി CPMലെ TK രമേശ് ബാബുവിനെ തെരഞ്ഞെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീനാരായണപുരം ഡിവിഷനിൽ നിന്നാണ് വിജയിച്ചത്. വരണാധികാരി അശോകൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വൈസ് പ്രസിഡന്റായി എടത്തിരുത്തി ചന്ദ്രാപിന്നി ഡിവിഷനിൽ നിന്ന് വിജയിച്ച ശ്രീദേവി ദിനേശിനെ തെരഞ്ഞെടുത്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ രഞ്ജില ഗിരിയെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ CPM അംഗം TP സോമന്റെ വോട്ട് കോൺഗ്രസിന് ലഭിച്ചു. ഇതോടെ 6-നെതിരെ 8 വോട്ടുകൾക്ക് രഞ്ജില ഗിരി തെരഞ്ഞെടുക്കപ്പെട്ടു. RMP അംഗം തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി CPIയിലെ ജ്യോതിലക്ഷ്മി വസന്തനെയും തെരഞ്ഞെടുത്തു. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റായി UDFലെ KA ജ്യോതിഷ് അധികാരമേറ്റു. വൈസ് പ്രസിഡന്റായി തുഷാര സുബീഷും ചുമതലയേറ്റു. 10 വർഷങ്ങൾക്ക് ശേഷമാണ് പഞ്ചായത്തിൽ UDF അധികാരത്തിലെത്തുന്നത്. എരുമപ്പെട്ടി പഴവൂർ പാടത്തിന് സമീപം ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു. പഴവൂർ പാടത്ത് വളപ്പിൽ വീട്ടിൽ രാജേഷിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ രാജേഷിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ കോണത്തുകുന്ന് ജംഗ്ഷനിൽ സ്വകാര്യ ബസ്സിടിച്ച് ബംഗാൾ സ്വദേശിക്ക് പരിക്കേറ്റു. റോഡ് കുറുകെ കടക്കുന്നതിനിടെ പരിമൾ എന്ന യുവാവിനെയാണ് സ്വകാര്യ ബസ് ഇടിച്ചത്. റോഡിൽ തലയിടിച്ച് വീണതിനെ തുടർന്ന് തലയ്ക്കും വാരിയെല്ലിനും പരിക്കേറ്റ ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനാണ്. ഇരിങ്ങാലക്കുട പോലീസ് സ്വകാര്യ ബസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തു. അപകടത്തിന്റെ CCTV ദൃശ്യം TCVക്ക് ലഭിച്ചു. വാടാനപ്പള്ളി പൊക്കഞ്ചേരി സ്വദേശിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. വാടാനപ്പള്ളി പടിഞ്ഞാറെ തൃത്തല്ലൂർ സ്വദേശി പണിക്ക് വീട്ടിൽ റിയാദ്, വാടാനപ്പള്ളി ബീച്ച് സ്വദേശി വേമ്പനാട്ട് വീട്ടിൽ ആശിഷ് എന്നിവരെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വൂർ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് രസതന്ത്ര മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറി. കേരളത്തിലെ പ്രമുഖ ഫർണിച്ചർ ഷോറൂമായ ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചറും ചൊവ്വൂർ കൂട്ടായ്മയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. വൻ ജനപങ്കാളിത്തത്തോടെയാണ് പരിപാടി അരങ്ങേറിയത്.
നാട്ടിലേക്കുള്ള യാത്രക്കിടയിൽ പ്രവാസി മലയാളി മരിച്ചു. കുവൈറ്റിൽ ജോലി ചെയ്യുന്ന കൊടുങ്ങല്ലൂർ കാവിൽക്കടവ് സ്വദേശി ചെറുവേലിക്കൽ മേജോ ആണ് മരിച്ചത്. കുവൈറ്റിൽ നിന്നും മസ്കറ്റ് വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റിൽ യാത്ര തിരിച്ച് മേജോ മസ്കറ്റിൽ വെച്ചാണ് മരണമടഞ്ഞത്. വ്യാഴാഴ്ച മസ്കറ്റിലെത്തിയ മേജോ വെള്ളിയാഴ്ച നാട്ടിലേക്ക് പുറപ്പെടാനിരിക്കെ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയും തുടർന്ന് മരണമടയുകയുമായിരുന്നു. വരന്തരപ്പള്ളി നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ 10ാം ഉദയ മഹോത്സവം ആഘോഷിച്ചു. ചൊവ്വല്ലൂർ മോഹനവാര്യരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയിൽ ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. അയിലൂർ അനന്തനാരായണ ശർമ്മയുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളവും കാഴ്ച ശീവേലിക്ക് അകമ്പടിയായി. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് ആരംഭിച്ച സംഗീതോത്സവം പിന്നണി ഗായകൻ സന്നിധാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, ദേവസ്വം ഓഫീസർ G ശ്രീരാജ്, ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ബിനു ചന്ദ്രൻ, സെക്രട്ടറി ബൈജു എന്നിവർ പങ്കെടുത്തു. തുടർന്ന് സംഗീതാർച്ചന, നൃത്തവിരുന്ന്, തുള്ളൽ സമന്വയം എന്നിവ നടന്നു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,945 രൂപ, പവന് 1,03,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. മറ്റത്തൂർ പഞ്ചായത്തിൽ അട്ടിമറി. മറ്റത്തൂരിൽ 8 കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച് BJPയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കി. സ്വതന്ത്രയായി ജയിച്ച ടെസി ജോസിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. മറ്റത്തൂരിൽ പാർട്ടി തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച കോൺഗ്രസ് നേതാക്കളെ KPCC പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തു. ചേലക്കരയിലും അവണിശ്ശേരിയിലും വേലൂരിലും ഭരണം പിടിച്ച UDF. ചേലക്കരയിൽ LDF അംഗം UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. പാറളത്തും തിരുവില്ലാമലയിലും ഭരണം BJPക്ക്. SDPI പിന്തുണയിൽ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ UDF അധികാരത്തിൽ. BJP അംഗം തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. SDPI സഖ്യത്തെ സംബന്ധിച്ച് കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്ന് CPM. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്വിസ്റ്റ്. UDF ലീഗ് സ്വതന്ത്രൻ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. LDFിലെ KV നഫീസയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. പാലിയക്കര ടോൾ പ്ലാസയിൽ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്ക്. പ്രതിഷേധിച്ച LDF പ്രവർത്തകർ ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു. എരുമപ്പെട്ടിയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. 750-ലധികം ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴത്തൈകൾ നശിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.